guys, welcome back to my YouTube channel. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും വിശ്വാസംസകൾ നേരാണ്. എല്ലാവരുടെയും വിഷു നല്ല അടിപൊളിയായിട്ട് പോയി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഒരു വിഷു. അതിനകത്ത് എനിക്ക് എല്ലാം കണി ഒരുക്കണതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരുക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. അപ്പോൾ പക്ഷെ എന്നാലും ഞാൻ കണി കാണുന്നതിൻ്റെ ലൈക്ക് ഒരു വീഡിയോ പോലെ എടുത്തിട്ടുണ്ട്, രാവിലത്തെ ഒരു വീഡിയോ. പിന്നെ എന്താണ്, പിന്നെ സാധാരണ ഞങ്ങൾ കമ്പിത്തിരി കത്തിക്കൽ പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അത് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസമാണ് ഇത് ചെയ്യാറ്. അപ്പം ഞങ്ങളാണെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയേക്കായിരുന്നു. അപ്പോൾ വന്നപ്പോൾ നല്ല ലേറ്റായി. പിന്നെ കണിക്ക് വെക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ഒരുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കമ്പിത്തിരി ഒന്നും ഇപ്രാവശ്യം വാങ്ങിച്ചില്ല, കത്തിച്ചില്ല. അപ്പോൾ ഇതൊരു കുഞ്ഞു വിഷുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് 2-3 ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരൂ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി. ഇതൊക്കെ ഫുൾ പപ്പയാണ് ഒരുക്കിയത്. സാധാരണ ഞാനും കൂടി ചേർന്നാണ് ഒരുക്കാറ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, എനിക്ക് ഒരുക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം പപ്പയാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങനെ കണി കണ്ടതിന് ശേഷം വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ്. പക്ഷെ ഞാൻ പോർട്രേറ്റ് മോഡലാണ് വീഡിയോ എടുത്തത്. ഞാൻ ആക്ച്വലി ഒരു ഷോർട്സിന് വേണ്ടി എടുത്തതാണ്. പിന്നെയാണ് ഞാൻ ഓർത്തത്. പിന്നെ ഞങ്ങൾ സ്ഥിരം എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണം. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയി. ഞങ്ങളുടെ ഒരു പാടവും അത് മസ്റ്റാണ്. അപ്പം ഞങ്ങളിങ്ങനെ ചുമ്മാ ഫോട്ടോ എടുക്കാൻ പോവാണ് കേട്ടോ. അച്ഛ കാണിക്ക്, നല്ല വെയിലാണ്, അതാണ് മുഖം പൊത്തി പോണത്. അപ്പം ഞാനാണെങ്കിൽ എപ്പോഴും ട്രഡീഷണലാണ് ആവാറ്. ഇപ്രാവശ്യം ഞാനൊന്ന് മാറ്റി പിടിച്ചു. ഒന്ന് ഗൗണൊക്കെയാണ് ഇട്ടേക്കണേ. ഫോട്ടോഗ്രാഫർ VM ഫോട്ടോഗ്രാഫി, മോഡൽ അഞ്ജന നായർ. അപ്പോൾ ഞങ്ങളവിടെ എത്തി ഫോട്ടോ എടുക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ഇഷ്ടമായോ അങ്ങനെയൊക്കെ നോക്കുകയാണ്, പോസ് എങ്ങനെ മാറ്റുന്നു. ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാട്ടോ. അപ്പോൾ അവൻ എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നാണ്, ഇങ്ങനെ വള ആക്കണം, അപ്പോൾ ഇങ്ങനെ അവൻ ആംഗിൾ തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു തരായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ്. പിന്നെ ഈ ഡ്രസ്സിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇത് എത്ര വർഷം പഴക്കമുള്ള ഡ്രസ്സാണെന്നറിയോ? ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ വാങ്ങിച്ച ഡ്രസ്സാണിത്. എത്ര വർഷമായി? ഒരു 9 വർഷം പഴക്കമുള്ള ഡ്രസ്സാണ്. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് സദ്യ കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ ഞാൻ അവസാനം ആഡ് ചെയ്യാവേ, എടുത്ത ഫോട്ടോസൊക്കെ. പിന്നെ എടുത്ത വീഡിയോ ഷോർട്സ് ആയിട്ടും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സദ്യ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാം കൂടി കൂട്ടി കുഴച്ച് കഴിക്കുകയാണ് കേട്ടോ. എനിക്ക് മര്യാദയ്ക്ക് ഫോട്ടോ അല്ല വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചാരി വെച്ചിട്ട് അവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ബാക്കിൽ ലൈറ്റിങ്ങും ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ എടുക്കണ്ട. അപ്പോൾ സൈഡിൽ നിന്നിട്ട് ചേട്ടൻ ഓരോ കമൻറ്റ് പറയേണ്ടതാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിരിക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓഡിയോ വെക്കാത്തത്. കാരണം ഓരോ കമൻറ്റ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ചേട്ടൻ ഇങ്ങനെ പതുക്കെ സ്ലോ മോഷനിൽ കഴിക്കണ്ട കേട്ടോ കാണിക്കുന്നത്. അപ്പം ഞാനത് കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പറയുക, ഭയങ്കര സ്ലോ മോഷനായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കിയതാണ് ആൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ സൈഡിൽ പപ്പയും അമ്മയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പപ്പയുടെ വീട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ തന്നെയാണ് വണ്ടി എടുത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കുവാണെങ്കിൽ തന്നെ പപ്പ ബാക്കിലിരിക്കും. അപ്പോൾ ഇന്ന് പപ്പയും അമ്മയും ഒരു വണ്ടിയിൽ പോയി, പിന്നെ ഒരു വണ്ടിയിൽ ഞാൻ തന്നെയാണ് പോയത്. അപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ അച്ഛമ്മേൻ്റെ അടുത്തേക്കൊക്കെ പോയേക്കായിരുന്നു. അപ്പോൾ ആദ്യം കൊച്ചച്ഛൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ കൊച്ചച്ഛൻ്റെ കുഞ്ഞാവേട്ടത്. പിന്നെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇത് കുഞ്ഞാറ്റയാണ്. പിന്നെ വേറൊരാളും കൂടി ഉണ്ട്, ആൾ ഉള്ളിലാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ ധീരജേൻ്റെയും ധന്യ ചേച്ചിനെയൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ വ്ളോഗിൽ. എല്ലാവർക്കും അയ്യോ പിന്നെ
ഹാപ്പി വിഷു അതാ പറഞ്ഞോ അച്ഛന് പറഞ്ഞോ കേക്കില്ല ആ ഹാപ്പി വിഷു ആക്ഷൻ സോങ് ആയിട്ട് പിന്നെ ഞങ്ങൾ അച്ചാമ്മയുടെ അവിടേക്ക് വന്നു. അവിടെ ആയിരുന്നു ബാക്കിയുള്ളവരൊക്കെ വന്നത്. അപ്പം നമ്മൾ അവിടെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ അവിടെ പിള്ളേർ കളിയായി അങ്ങനെ ഓരോന്നൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എനിക്ക് ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ ലൈറ്റിങ്ങും അങ്ങനെയൊന്നും ശരിയായില്ല. അപ്പം എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ചുമ്മാ ഇവിടെ സംസാരിക്കാൻ വന്നിരിക്കണേ എന്തേലൊക്കെ പറഞ്ഞോ. ഒന്നിലും വെളിച്ചുണ്ടാവില്ല എനിക്ക് എത്ര പറയാനുള്ളൂ. പിന്നെ ഞങ്ങൾ പോകാനിറങ്ങി കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ പോയേ. അപ്പോൾ അവിടെ നിന്നിട്ട് ലാസ്റ്റ് ഫാമിലി ഫോട്ടോ എടുക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അവിടെ ഇരുത്താണ്. അപ്പോൾ ആദ്യം വലിയവരുടെ സെഷനാണ്, പിന്നെയാണ് ഞങ്ങളുടെ. നോക്കട്ടെ അത് പിന്നെ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തേക്കാണ്. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫാമിലി ഫോട്ടോ അതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവസാനം ഞാൻ കുറച്ച് എൻ്റെ സിംഗിൾ ഫോട്ടോസ് അവിടെ പോയി എടുത്തു എന്ന് പറഞ്ഞല്ലോ, അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതിന് ശേഷം അമ്മ വീട്ടിൽ പോയിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അമ്മ വീട്ടിൽ പോയിരുന്നു. അവിടെ അമ്മാമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു. എന്നിട്ട് പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.